ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ആബ്സല്യൂട്ട് സൊല്യൂഷൻ. ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഒരു വലിയ ചീറ്റിങ് നിങ്ങൾക്ക് ആരെങ്കിലും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഒരു അനുഭവം നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. ചിലർക്കെങ്കിലും ഈ അനുഭവം ഉണ്ടായിക്കൂടുന്നില്ല, ഉണ്ടാകാത്തവർ സൂക്ഷിക്കുക. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ആഴ്ച UK ഒരു നമ്പറിൽ നിന്നും എനിക്ക് വാട്സപ്പിൽ ഒരു ഹായ് വരുന്നു. ആ നമ്പർ അവർക്ക് എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനും തിരിച്ച് ഹായ് അടിച്ചു. വാട്സപ്പിലല്ലേ, എന്താണ് കാരണം, ആരാണെന്നറിയാൻ വേണ്ടി ഹായ് അടിച്ചു. അപ്പോൾ ഞാനൊരു ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറാണ്. എൻ്റെ പേര് ജെന്നിഫർ എന്നാണ്. എനിക്ക് നിങ്ങളെ ഫ്രണ്ടാവാൻ താല്പര്യമുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ മാരീഡാണ്, പിന്നെ ചിൽഡ്രൻസൊക്കെ ഉണ്ട്. അവർക്കപ്പോൾ അങ്ങനെയുള്ള ദുരുദ്ദേശങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഫ്രണ്ട്സിനെ ആഗ്രഹിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, ഫ്രണ്ട്സ് നമുക്ക് ഒരു ദോഷമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ 2 ദിവസത്തെ പരിചയം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു. ഇങ്ങനെ എന്തുണ്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു, അതിന് നമ്മൾ ആൻസർ കൊടുക്കുന്നു. ഞാൻ എന്ത് ജോലി ചെയ്യുന്നു എന്ന് പറയുന്നു. ഞാൻ മലേഷ്യയിലാണ്, കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് എനിക്കൊരു മെസ്സേജ് വരുന്നു. ഡിയർ, എൻ്റെ 4ാമത് ആനിവേഴ്സറിയാണ്. ഞാൻ ഈ ഹോസ്പിറ്റലിൽ കയറിയിട്ട് 4ാമത് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഇതിൻ്റെ സെലിബ്രേഷൻ പ്രകാരം ഒരുപാട് ആൾക്കാർ എനിക്ക് കുറേ ഗിഫ്റ്റുകൾ തരും. അപ്പോൾ കുറേ ഗിഫ്റ്റുകളൊക്കെ ഞാൻ താങ്കളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ഞാനും ആലോചിച്ച് നോക്കിയിട്ട്, ചില നല്ല മനസ്സുള്ള ആൾക്കാർ ചിലപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. ചീറ്റിങ്ങിനെ കുറിച്ചും ചെറിയൊരു നോളജ് ഇല്ലാതില്ല, പക്ഷേ എന്താണെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞായറാഴ്ച വൈകിട്ടാണ് എനിക്ക് മെസ്സേജ് കിട്ടുന്നത്. അപ്പം ഞായറാഴ്ച രാത്രിയാണ് UK ഇവിടെ ഫംഗ്ഷൻ നടക്കുന്നതായിട്ട് എന്നെ ഇൻഫോം ചെയ്തത്. അപ്പോൾ ഞാൻ നെറ്റിൽ കയറി നോക്കിയപ്പോൾ എനിക്കിവർ ഗിഫ്റ്റ് സെൻഡ് ചെയ്യും എന്നുള്ളൊരു ഇൻഫോർമേഷനാണ് തന്നേക്കുന്നത്. അപ്പോൾ എങ്ങനെ എടുത്താലും UK നിന്ന് മലേഷ്യ കുലാലംപൂർ വരെ ഒരു ഫ്ലൈറ്റ് വരാൻ മിനിമം 12 hours എങ്കിലും വേണം. അപ്പോൾ ഈ 12 രാത്രിയിൽ അവരുടെ ഫംഗ്ഷൻ കഴിഞ്ഞു. അതിനുശേഷം അവരെനിക്ക് ഗിഫ്റ്റുകൾ അയക്കുന്നതായിട്ട് പ്രൂഫായിട്ട് ഫോട്ടോ, വീഡിയോസ് ഇതെല്ലാം അയച്ചു. ഇത് എൻ്റെ ഗിഫ്റ്റുകളൊക്കെ നിങ്ങൾ കണ്ടോ? അടിപൊളി ലാപ്ടോപ്പ്, iPhone Pro, ബ്രാൻഡഡ് ഐറ്റംസ്, ഷൂസ്, ജീൻസ്, ഷർട്ട് എന്ന് വേണ്ട വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. ഞാനും ചെറുതായിട്ടൊന്ന് ഹാപ്പിയായി, സംശയത്തോടു കൂടി. അപ്പോൾ കുലാലംപൂരിൽ നിന്നും എന്നെ ഇവിടുത്തെ മലേഷ്യൻ ടൈം ഒരു 10:30 ആയപ്പോഴത്തേക്കും ഒരു കൊറിയർ സർവീസിന് വിളിക്കുന്നു. താങ്കൾക്ക് ഒരു പാർസൽ വന്നിട്ടുണ്ട്, അത് റിസീവ് ചെയ്യാൻ വേണ്ടി താങ്കൾ എമൗണ്ട് അടയ്ക്കണം. എമൗണ്ട് താങ്കളുടെ റെസിപ്റ്റ് ഉണ്ട്. ആ റെസിപ്റ്റും ഈ ജെന്നിഫർ എനിക്ക് ഫോർവേഡ് ചെയ്തിരുന്നു. ആ റെസിപ്റ്റും പ്രകാരം ഏകദേശം 430 UK പൗണ്ട് ഇവിടെ അടയ്ക്കണം. 430 രൂപ ഏകദേശം 2400-2500 റിങ്കിറ്റോളം വരും. അപ്പം ഏതൊരു മനുഷ്യനായാലും ഈ ഗിഫ്റ്റുകൾ നോക്കുമ്പോൾ ഒരു ഐഫോണിന് തന്നെ ഏകദേശം 5000 റിങ്കിറ്റ് അടുപ്പിച്ച് വരും. അതുകൂടാതെ എനിക്ക് ലാപ്ടോപ്പുണ്ട്, ഷർട്ടുണ്ട്, ജീൻസ്, ബ്രാൻഡഡ് ഷൂ, റിസ്റ്റ് വാച്ച്, ഇതെല്ലാം കൂടെ ആലോചിച്ചിട്ടാലും ഭയങ്കര ലാഭമല്ല എന്ന് കരുതി ചിലരെങ്കിലും ഇത് വാങ്ങിക്കാൻ ശ്രമിക്കാതിരിക്കത്തില്ല. അപ്പോൾ ഞാനിത് വേണ്ട എന്ന് തന്നെ തീർത്ത് പറഞ്ഞപ്പോൾ അവർ നിർബന്ധിച്ചിരിക്കുന്നു. പകുതി റേറ്റെങ്കിലും കൊടുത്ത് ആ കൊറിയർ സർവീസുകാരോട് ബെഗ് ചെയ്യാൻ ഞാൻ ബെഗ് ചെയ്യൂ, നിങ്ങൾക്ക് പകുതി റേറ്റെങ്കിലും കൊടുത്ത് വാങ്ങിക്കാവുന്നത്. അപ്പോൾ ഇത് 100% ചീറ്റിംഗ് ആണ് എനിക്ക് മനസ്സിലായി. നമ്മളിത് പണം അടച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു വസ്തുവും കാണില്ല എന്ന് മാത്രമല്ല, ഒരുപക്ഷെ ഒരു കർച്ചീഫ് മാത്രമെങ്കിലും നമുക്ക് കിട്ടി അങ്ങനെങ്കിലും ചീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇത്രയും വിലപിടിപ്പുള്ള വസ്തുക്കൾ ആൾക്കാർക്ക് ആരെങ്കിലും അങ്ങനെ കൊടുക്കുമ്പോൾ, ഗിഫ്റ്റായിട്ട് കൊടുക്കുമ്പോൾ, ഒരുപക്ഷെ അവർ ഗിഫ്റ്റ് എനിക്ക് തരാനാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ എമൗണ്ട് അവർക്ക് അടച്ചാൽ പോരെ. ഇത് ഞാൻ ചിന്തിച്ചു, വേണ്ടാന്ന് വെച്ചത് കാരണം എൻ്റെ പോക്കറ്റിലിരിക്കുന്ന പൈസ എൻ്റെ കയ്യിലുണ്ട്. ഒരു ചീറ്റിങ്ങിന് അകപ്പെടാൻ ഉള്ള സാധ്യതയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ നിങ്ങളുമായി ഇത് ഷെയർ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ചീറ്റിങ് നിങ്ങളെ വാട്സപ്പ് വഴിയോ മറ്റേതെങ്കിലും മാധ്യമങ്ങൾ വഴി അറിയാത്ത ആൾക്കാർ നിങ്ങൾക്ക് ഗിഫ്റ്റ് തരിക എന്നുള്ള വ്യാജേന ഒരു ചീറ്റിംഗ് നടക്കുന്നുണ്ട്. ഇത് ഇൻഫോം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. പരമാവധി ആൾക്കാരോട് ഷെയർ ചെയ്യുക. താങ്ക് യു.